മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനവുമായി തമിഴ്നാട് ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി മാരി വിൽസൺ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാവേരി നദിയിൽ നിന്ന് അർഹതപ്പെട്ട ജലം നേടിയെടുക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. அணைமலை ஆறு மற்றும் நல்லாறு ஆணை திட்டங்களை செயல்படுத்துதல் மற்றும் கோதாவரி காவேரி நதிநீர் இணைப்பு திட்டத்தை வேகமாக செயல்படுத்த வலியுறுத்தல் ஆகிய நடவடிக்கைகள் அரசு மேற்கொள்ளும். முந்தைய அரசால் அறிவிக்கப்பட்ட பல்வேறு ரிவர் இணைப்பு திட்டங்கள் தாமதமாகவே செயல்படுத்தப்பட்டு வந்துள்ளன. வேளாண்மைக்கு நீர் ஆதாரம் உயிர் மூச்சாக இருக்கின்ற போதிலும் இத்திட்டங்கள் உரிய காலத்திற்குள் செயல்படுத்தாத நிலையில் அது வேளாண் உற்பத்தி திறனை பாதிக்கிறது. நதி இணைப்பு திட்டங்களின் செயல்பாட்டை வேகப்படுத்தும் நடவடிக்கை மேற்கொள்ளும். காவிரி வைகை குண்டாறு நதி இணைப்பு திட்டத்தின் இந்த அரசு செயல்படுத்தும். இத்திட்டத்திற்காக 150 கோடி ரൂபாய் നിധി ഒതുക്കീട് ചെയ്യപ്പെടുகிறது. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുപാടുണ്ട്. അതിനിടയിലാണ് ഈ ജല ലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതിൽ ഇന്നലെ തന്നെ കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാം. ഇതിപ്പോൾ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനം കൂടി വരുമ്പോൾ എങ്ങനെയാണത് സർക്കാർ വിശദീകരിക്കുന്നത്? എന്താണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലെ പദ്ധതി? വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജനപ്രിയമാണെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അത്ര പ്രിയമല്ല എന്ന് പറയേണ്ടി വരും. അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർത്താനുള്ള നീക്കം നേരത്തെ തന്നെ തമിഴ്നാട് അല്ലെങ്കിൽ സുപ്രീം കോടതി തമിഴ്നാടിന് അനുമതി നൽകിയിരുന്നതാണ്. ഏതായാലും ആ അനുമതി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളം ഉന്നയിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിൽ 136 അടി എന്നുള്ള ആ നിലവിൽ പരിമിതപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും 142 അടിയിലേക്ക് ഉയർത്താനുള്ള നടപടികൾ TVK സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാവേരി മറ്റൊരു പ്രധാന തർക്ക വിഷയമാണ്. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്ക വിഷയമാണ്. ഈ കാവേരി നദിയിൽ മേക്കേദാട്ടിൽ ഒരു അണക്കെട്ട് പണിയാൻ കർണാടക ശ്രമിക്കുന്നുണ്ട്. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. അത് കാവേരിയിൽ നിന്ന് അർഹമായിട്ടുള്ള വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കും എന്നുകൂടി ഈ ബജറ്റ് പറയുന്നുണ്ട്. ഏതായാലും മുല്ലപ്പെരിയാർ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളം ഇപ്പോൾ ഒരു പ്രളയത്തിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് സംബന്ധിച്ച നിയമ പോരാട്ടങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിലേതായാലും ഈ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് TVK സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപ് വന്ന സർക്കാരുകളും ഇത് സംബന്ധിച്ച നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി വിജയ് അതായത് സർക്കാർ ആദ്യ സഭാ സമ്മേളനത്തിൽ തന്നെ വിജയും ഇത് സംബന്ധിച്ച് മുല്ലപ്പെരിയാർ കാര്യമായിട്ട് കാണുന്നു. വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യം ആണ് തമിഴ്നാടിന്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള നടപടി സ്വീകരിക്കുന്ന വിജയ് തന്നെ നേരത്തെ സഭയിൽ വ്യക്തമാക്കിയതാണ്. അതിനെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ബജറ്റ് പ്രസംഗത്തിലും മുല്ലപ്പെരിയാർ ഇടം പിടിച്ചിരിക്കുന്നത്.